ഉൾപ്പെടുത്തിയ ഒരു നിർണായക വിവരമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്, പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക്. എന്നാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന പലരും ഒരു പ്രധാന കാര്യം വിസ്മരിക്കുന്നു: അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ വരുന്ന സാഹചര്യം. ഇന്ത്യൻ നിരത്തുകളിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. സാധാരണയായി 25 കിലോമീറ്റർ താഴെ വേഗതയും 250 വാട്ടിൽ താഴെ പവറുള്ള മോട്ടോറുകളുമുള്ള വാഹനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത്. സൈക്കിൾ വിഭാഗത്തിലാണ് ഇവയെ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. ഈ സൗകര്യങ്ങൾ കാരണം 50 വയസ്സിന് മുകളിലുള്ളവർ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും കയറ്റങ്ങളിലില്ലാത്ത സ്ഥലങ്ങളിലും ഉള്ളവർ ഈ വാഹനങ്ങൾ കൂടുതലായി വാങ്ങുന്നു. എന്നാൽ രജിസ്ട്രേഷൻ വേണ്ട എന്ന ധാരണ പലരെയും ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു. ഇൻഷുറൻസ് വേണ്ട എന്ന ചിന്ത അപകടമുണ്ടായാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഉടമയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. പരിക്കേറ്റവർക്കുള്ള ചികിത്സാ ചെലവ്, നഷ്ടപരിഹാരം, വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇവിടെയാണ് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇൻഷുറൻസ് എടുക്കാമെന്ന് വാഹന ഡീലർമാരും ഇൻഷുറൻസ് കമ്പനികളും വ്യക്തമാക്കുന്നു. സാധാരണ വാഹനങ്ങൾക്കുള്ളതുപോലെ ഫുൾ കവർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാണ്.